വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്നൊരു പുതിയ സെക്ഷനിലേക്ക് കടക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ, എവല്യൂട്ട് ആൻഡ് ഇൻവല്യൂട്ട്. നമ്മൾ ഇത്രയും നേരമായിട്ട് സെന്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ തുടങ്ങിയവയെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതുമായി ബന്ധപ്പെടുന്ന ഒരു പുതിയ സെക്ഷനാണ് എവല്യൂട്ട് ആൻഡ് ഇൻവല്യൂട്ട്. ഇപ്പൊ നമുക്ക് ഒരു കർവുമായി ബന്ധപ്പെട്ടത് പെട്ടെന്ന് മനസ്സിലാക്കാൻ നോക്കാം. വളരെ സിമ്പിൾ ഒരു ടെർമിനോളജിയാണിത്. സോ നമുക്കൊരു കർവ് തന്നിട്ടുണ്ട്. ഈ ബ്ലൂ ലൈനിൽ വരച്ചതാണ് നമ്മുടെ കർവ്. ആക്ച്വലി ഇറ്റ്സ് എ പരാബോള. അപ്പോൾ നമുക്ക് ഈ പരാബോളയുടെ ഓരോ പോയിന്റിലും നമുക്ക് ഒരു കർവേച്ചർ ഉണ്ട്. ഓരോ പോയിന്റിലും ഒരു കർവേച്ചർ ഉണ്ട്. ആ കർവേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. സോ അതിന് അസോസിയേറ്റ് ചെയ്ത് ഒരു സർക്കിൾ ഓഫ് കർവേച്ചർ ഉണ്ട്. സോ നമ്മൾ ഈ പോയിന്റ് കൺസിഡർ ചെയ്യും, പി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ആണ് ഇ സി എന്ന് പറയുന്നത്. ഈ സർക്കിൾ ആണ് അതിന്റെ സർക്കിൾ ഓഫ് കർവേച്ചർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ പോയിന്റിൽ അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്തൊരു പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ ഉണ്ട്. അടുത്ത പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ ഉണ്ട്. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ ഉണ്ട്. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെന്റർ ഓഫ് കർവേച്ചർ ആണ് ഈ മിഡിൽ പോയിന്റ് എന്ന് പറയും. ഇങ്ങനെ നമുക്ക് ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെന്റർ ഓഫ് കർവേച്ചേഴ്സ് നമ്മൾ നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, അങ്ങനെ അത് തമ്മിൽ ആ സെന്റർ ഓഫ് കർവേച്ചേഴ്സ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന കർവിനെയാണ് നമ്മൾ എവല്യൂട്ട് എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മളൊരു കർവ് എടുക്കും, ആ കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പോയിന്റിലും നമ്മൾ അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ നമ്മൾ മനസ്സിലാക്കും, അതിനെ നോട്ട് ചെയ്ത് വെക്കും. ആ സെന്റർ ഓഫ് കർവേച്ചേഴ്സ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന കർവിനെയാണ് നമ്മൾ എവല്യൂട്ട് എന്ന് വിളിക്കുന്നത്. സോ ആക്ച്വലി evolute is the locus of the center of curvature of a curve. ഒരു കർവിന്റെ സെന്റർ ഓഫ് കർവേച്ചേഴ്സ്, എല്ലാ പോയിന്റിലുമുള്ള സർക്കിൾ ഓഫ് കർവേച്ചേഴ്സ് വരയ്ക്കുക. ആ സർക്കിൾ ഓഫ് കർവേച്ചേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സെന്റേഴ്സ് വരയ്ക്കുക, നോട്ട് ചെയ്യുക. സെന്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന കർവിനെയാണ് നമ്മൾ എവല്യൂട്ട് എന്ന് വിളിക്കുന്നത്. സോ നമ്മുടെ കേസിൽ, ഈ കർവിന്റെ കേസിൽ അതിന്റെ എവല്യൂട്ട് ആണ് ഈ റെഡ് കളേർഡ് ആയിട്ട് വരച്ചിരിക്കുന്ന ഈ കർവ് ആണ് ഇതിന്റെ എവല്യൂട്ട്. സോ ഇവിടുത്തെ ഈ പോയിന്റ് സെന്റർ ഓഫ് കർവേച്ചർ, ഈ സൈഡിലെ ഓരോ പോയിന്റ് സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ഈ റൈറ്റ് സൈഡിലുള്ള ലൈൻ സെഗ്മെന്റ്സ് അല്ല ഒരു കർവ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ കർവ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ സൈഡ് റൈറ്റ് സൈഡിലുള്ള കർവിന്റെ ഓരോ പോയിന്റിലുള്ള സെന്റർ ഓഫ് കർവേച്ചേഴ്സ് തമ്മിൽ കണക്ട് ചെയ്ത കർവ് ആണ്. സോ ഇതാണ് എവല്യൂട്ട് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഒരു പരാബോള എടുത്താൽ അതിന്റെ എവല്യൂട്ട് ഈ ഫോമിൽ ഇരിക്കും. ഇനി നമ്മൾ എവല്യൂട്ട് പറയുമ്പോൾ ആ എവല്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഏത് കർവിന്റെ വെച്ചിട്ടാണോ നമ്മൾ അതിന്റെ സെന്റർ ഓഫ് കർവേച്ചേഴ്സ് തമ്മിൽ കണക്ട് ചെയ്ത് എവല്യൂട്ട് കണ്ടുപിടിച്ചത്, ആ കർവിനെയാണ് നമ്മൾ ഇൻവല്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ പരാബോള എന്ന് പറയുന്ന കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ച എവല്യൂട്ട് ആണ് ഈ കർവ്. അപ്പോൾ ഈ കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻവല്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ കർവ് ആയിട്ടുള്ള പരാബോളയാണ്. സോ എവല്യൂട്ട് പറഞ്ഞിട്ട് എവല്യൂട്ട് ഏത് കർവിന്, ഒറിജിനൽ കർവിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ എവല്യൂട്ട് വരയ്ക്കുന്നത്, ആ കർവിനെയാണ് നമ്മൾ ഇൻവല്യൂട്ട് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ്സ് ദ ഒറിജിനൽ കർവ്. ഓക്കെ, നമ്മൾ എവല്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒറിജിനൽ കർവിനെയാണ് നമ്മൾ ഇൻവല്യൂട്ട് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു കർവിന്റെ എവല്യൂട്ട് കണ്ടുപിടിക്കുക, ഒബ്റ്റെയിൻ ദ എവല്യൂട്ട്. കാരണം ഇൻവല്യൂട്ട് എന്ന് വെച്ചാൽ ഒറിജിനൽ കർവ് ആയിരിക്കും. സോ ഇൻവല്യൂട്ട് നമുക്ക് തന്നിരിക്കും, അത് വെച്ചിട്ട് നമ്മൾ എവല്യൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ എവല്യൂട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെന്റർ ഓഫ് കർവേച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് അറിയാം, നമുക്കൊരു കർവ് തന്നിട്ടുണ്ട്, y x എന്ന് പറയുന്നത് നമ്മുടെ y
എക്സ് വൈ എന്നുള്ളതാണ് നമ്മുടെ കർവിന്റെ അകത്തെ ഒരു പോയിന്റ് എങ്കിൽ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെന്റർ ഓഫ് കർവേച്ചേഴ്സിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ് എന്നും ക്യാപിറ്റൽ വൈ എന്നും ഡിനോട്ട് ചെയ്താൽ ക്യാപിറ്റൽ എക്സ് ഷുഡ് ബി ഈക്വൽ ടു എക്സ് മൈനസ് വൈ വൺ ഇൻറ്റു വൺ പ്ലസ് വൈ വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ y2 and y is equal to y plus 1 plus y1 square divided by y2. ഇതാണ് നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചേഴ്സ്. നമ്മൾ എവല്യൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കർവിന്റെ പോയിന്റ്സിലുള്ള സെന്റർ ഓഫ് കർവേച്ചേഴ്സ് കണ്ടുപിടിക്കും. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും എക്സും വൈയും തമ്മിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു റിലേഷൻ. സോ നമുക്ക് എക്സും നമുക്ക് സെന്റർ ഓഫ് കർവേച്ചേഴ്സ് കിട്ടി, ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും. നൗ obtain a relation connecting x and y. എക്സും വൈയും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ കണ്ടുപിടിക്കുക. ആ റിലേഷൻ ആയിരിക്കും നമ്മുടെ എവല്യൂട്ടിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ എവല്യൂട്ട് കണ്ടെത്താനായിട്ട് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചേഴ്സ് കണ്ടുപിടിക്കുക. ആ സെന്റർ ഓഫ് കർവേച്ചേഴ്സിന്റെ എക്സും വൈയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ കണ്ടെത്തുക. ആ റിലേഷൻ ആയിരിക്കും എവല്യൂട്ടിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാതെ നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. കടക്കുന്നു. Question is obtain the evolute of the parabola y square is equal to 4x. നമ്മൾ അതിന്റെ ഫിഗർ കണ്ടെത്തിയതാണ്. ശരിക്കും ഈ കർവ് ആണ് നമ്മുടെ എവല്യൂട്ട്. ഈ റെഡ് ഫോമിലുള്ള കർവ് ആണ് നമ്മുടെ എവല്യൂട്ട് എന്ന് പറയുന്ന കർവ്. ഇതിന്റെ എക്സ്പ്രഷൻ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ അത് കണ്ടെത്താൻ വേണ്ടി നമുക്ക് സെന്റർ ഓഫ് കർവേച്ചർ കണ്ടെത്തിയേ മതിയാവും. സെന്റർ ഓഫ് കർവേച്ചർ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അത് തമ്മിലുള്ള ഒരു റിലേഷൻ കണ്ടെത്തിയിട്ടാണ് നമുക്ക് എവല്യൂട്ട് നമ്മൾ കണ്ടെത്തുന്നത്. ായിട്ട് നമ്മൾ ആദ്യമായി ഇതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ കണ്ടെത്തണം. നമ്മൾ അത് പ്രീവിയസ് പ്രോബ്ലത്തിൽ കണ്ടെത്തിയതാണ് ഇതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ. ഞാൻ അതുകൊണ്ട് അതിന്റെ എക്സ്പ്രഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. സോ ദ സെന്റർ ഓഫ് കർവേച്ചർ ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു 2ax പ്ലസ് 4ax പ്ലസ് 4a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a. നമുക്ക് 2a കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാം. എല്ലാത്തിനും 2a എടുക്കുക, 2a ഇട്ട് ക്യാൻസൽ ചെയ്യുക. സോ ദ ആൻസർ ബിക്കംസ്, ഇവിടെ നിന്ന് 2a ബാക്കി എടുക്കുമ്പോൾ ഒരു എക്സ് മാത്രമേ വരത്തുള്ളൂ. ഇവിടെ നിന്ന് ഒരു 2a കോമൺ എടുക്കുമ്പോൾ ഒരു 2 ഇൻറ്റു എക്സ് മാത്രം കോമൺ ആയിട്ട് വരും. ഇവിടെ നിന്ന് 2a കോമൺ എടുക്കുമ്പോൾ വീണ്ടും ഒരു 2a മാത്രം വരും. സോ ദ ആൻസർ ഈസ് 3x പ്ലസ് 2a ആണ് നമ്മുടെ ആൻസർ. ഇത് ക്യാപിറ്റൽ എക്സ് ആണ്, ഇത് സ്മോൾ എക്സ് ആണ്. സോ ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു 3x plus 2a. This implies capital X minus 2a is equal to 3x. Okay. Similarly, capital Y നമ്മൾ കണ്ടെത്തിയത് minus y cube divided by 4a square ആണെന്നാണ് നമുക്ക് കണ്ടെത്തിയത്. Okay. So ഇതിൽ നിന്ന് നമ്മൾ ഈ ക്യാപിറ്റൽ വൈയുടെ സ്ക്വയർ കണ്ടെത്തുകയാണ്. അല്ലെങ്കിൽ ഈ മൈനസ് വൈ ക്യൂബിനെ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ 4a സ്ക്വയർ എന്ന് എഴുതാം. വൈ സ്ക്വയറിന് പകരം 4ax എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ മൈനസ് 4ax ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ 4a സ്ക്വയർ. ഇവിടെ നിന്ന് ഒരു 4aയും ഒരു 4aയും ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ we get the answer as minus xy divided by a, which is actually y. Okay, so ഇതിൽ നിന്ന് നമുക്ക് a ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ a into capital Y is equal to minus xy എന്ന്. നമുക്ക് കിട്ടേണ്ടത് ഈ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ അതിനുവേണ്ടി ഇവിടെ ഈ എക്സ്പ്രഷന്റെ അകത്തു നിന്ന് നമ്മൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് രണ്ടിന്റെയും ഒരു സൈഡിൽ സെയിം ക്വാണ്ടിറ്റീസ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്.
സോ അതിനുവേണ്ടി ഈ y ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നമുക്കറിയാം y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax ആണ്. സോ ഞാൻ a y സ്ക്വയർ കണ്ടെത്തുന്നു. സോ ഈ എക്സ്പ്രഷന്റെ അകത്ത് a y സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് സ്ക്വയർ എക്സ് സ്ക്വയർ ആകും, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax ആണ്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു 4ax എന്ന് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4ax ക്യൂബ് എന്ന് കിട്ടും. സോ a സ്ക്വയർ ക്യാപിറ്റൽ y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax ക്യൂബ്. നമുക്ക് ഈ 4 ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ a സ്ക്വയർ y സ്ക്വയർ ഡിവൈഡഡ് ബൈ 4a is equal to x ക്യൂബ്. ഒരു a ക്യാൻസൽ ആക്കി കളയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ a ക്യാപിറ്റൽ y സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 is equal to x ക്യൂബ് എന്ന് കിട്ടും. നമുക്ക് ഇപ്പോൾ ഇത് x ക്യൂബ് എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് x റൈറ്റ് സൈഡിൽ മാത്രമായിട്ട് വരാൻ വേണ്ടി ഹോൾ റേസ് ടു 1/3 ഇട്ടു. സോ a y സ്ക്വയർ by 4 the whole raised to 1/3 is actually x. ഓക്കെ, അപ്പൊ ഇവിടെ x കിട്ടി. ഇനി നമ്മൾ എക്സിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് എഴുതിയത്. x minus 2a is equal to 3x എന്നാണ് എഴുതിയത്. അതിൽ നിന്ന് നമ്മൾ എഴുതുന്നത് x minus 2a is equal to 3x. ഓക്കെ, ഇതിൽ നിന്ന് ഈ ക്യാപിറ്റൽ എക്സ് റൈറ്റ് സൈഡിൽ എക്സ് മാത്രമാക്കുമ്പോൾ x minus 2a by 3 is equal to x. സോ എക്സിനെ ഇവിടെ ഇങ്ങനെയാണ് എഴുതിയത്. ഓക്കെ, എക്സിനെ നമ്മൾ a y സ്ക്വയർ ഡിവൈഡ് ബൈ 4 എന്നാണ് എഴുതിയത്. ഇവിടെ രണ്ടും x ആണ്. സോ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. ദിസ് ഇംപ്ലൈസ് a y സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 the whole raised to 1/3 is equal to x minus 2a divided by 3. കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ഫോമിൽ എത്താൻ വേണ്ടി നമ്മൾ ഈ റേസ് ടു 1/3 കളയാൻ വേണ്ടി നമ്മൾ ഹോൾ ക്യൂബ് എടുക്കുന്നു. അല്ലെങ്കിൽ ഇവിടം വരെ എഴുതിയാൽ മതി. നമുക്ക് വേണ്ട എക്സ്പ്രഷനായി ഹോൾ ക്യൂബ് എടുത്താലും എക്സ്പ്രഷൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടും. ഹോൾ റേസ് ടു 3 എടുക്കുമ്പോൾ ഇവിടെ 1/3 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ ദ എക്സ്പ്രഷൻ ഈസ് whole cube എടുക്കുമ്പോൾ expression is a y square divided by 4 is equal to x minus 2a divided by 3 the whole. ഇതാണ് നമ്മുടെ എവല്യൂട്ടിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തത് സിമ്പിൾ ആയിട്ട് ചെയ്തത് നമ്മൾ ആദ്യം റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടെത്തി. റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടെത്തിയതിനു ശേഷം സെന്റർ ഓഫ് കർവേച്ചർ നമ്മൾ കണ്ടെത്തി. സെന്റർ ഓഫ് കർവേച്ചറിന്റെ എക്സ്പ്രഷൻസ് കണ്ടെത്തി. അതിൽ നിന്ന് നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്യാൻ എക്സും വൈയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ കണ്ടെത്താനാണ് ശ്രമിച്ചത്. അതിനുവേണ്ടി നമ്മൾ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും തമ്മിലുള്ള എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത് എന്ന് പ്രത്യേകം ആലോചിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരേ സെയിം എക്സ്പ്രഷൻ വരുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെ ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു 3x പ്ലസ് 2a ആണ്. സോ ക്യാപിറ്റൽ എക്സ് മൈനസ് 2a ഈസ് ഈക്വൽ ടു 3x. അതിൽ നിന്ന് സ്മോൾ എക്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് മൈനസ് 2a ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ക്യാപിറ്റൽ y കണ്ടുപിടിച്ചത് മൈനസ് വൈ ക്യൂബ് ഡിവൈഡ് ബൈ 4a സ്ക്വയർ ആണ്. ഇതിനെ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു വൈ എന്ന് എഴുതാൻ സാധിക്കും. വൈ സ്ക്വയറിന് പകരം 4ax എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. 4aയും ക്യാൻസൽ ആയി കളയുമ്പോൾ ആൻസർ ഈസ് മൈനസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ a. ഇതിൽ നിന്ന് a ഇൻറ്റു ക്യാപിറ്റൽ y ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് വൈ എന്ന് കിട്ടും. ഇത് y കളയാൻ വേണ്ടി y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്നുണ്ട്. അതിനുവേണ്ടി സ്ക്വയർ ചെയ്യുന്നു. y സ്ക്വയർ റൈറ്റ് സൈഡിലെ y സ്ക്വയറിന് പകരം 4ax എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. അതിനുശേഷം റൈറ്റ് സൈഡിൽ എക്സ് മാത്രമാക്കുന്നു. എക്സ് മാത്രമാക്കുമ്പോൾ a y സ്ക്വയർ ഡിവൈഡ് ബൈ 4 ദ ഹോൾ റേസ് ടു 1/3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ഇവിടെ എക്സ് റൈറ്റ് സൈഡിൽ എക്സ് മൈനസ് 2a ഡിവൈഡ് ബൈ 3 എന്നൊരു എക്സ്പ്രഷൻ ഉണ്ട്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. റേസ് ടു 1/3 കളയാൻ വേണ്ടി ഹോൾ ക്യൂബും എടുക്കുന്നു. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ എവല്യൂട്ട്. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്. പ്രത്യേകം ഓർക്കുക, ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും തമ്മിൽ കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ ആണ് നമുക്ക് വേണ്ടത്.
അതിനുവേണ്ടി നമുക്ക് എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലും ചെയ്യാം. യൂഷ്വലി രണ്ടിന്റെയും റൈറ്റ് സൈഡ് സെയിം വാല്യൂ ആക്കി ഇക്വേറ്റ് ചെയ്യാം.